നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. താനൂർ നടക്കാവിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞു. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 4 മണിയോടെയാണ് അപകടം നടന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 6 ദിവസവും തുറക്കാൻ അനുമതി. പ്രവർത്തന സമയം ദീർഘിപ്പിക്കുകയും ചെയ്തു. ആരാധനാലയങ്ങളിൽ 40 പേർക്ക് പ്രവേശനം അനുവദിക്കും. സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ഡൌൺ ചട്ടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കോവിഡ് പ്രതിരോധം ലക്ഷ്യമിട്ട് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കുന്നതിനും രോഗവ്യാപനം തടയുന്നതിന്റെയും ഭാഗമായാണ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. കോട്ടക്കലിൽ അടഞ്ഞുകിടന്ന കെട്ടിടത്തിൽ നിന്നും 120 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഓണവിപണി ലക്ഷ്യമിട്ട് ധാരാളം കഞ്ചാവ് ജില്ലയിൽ എത്തിയതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട UDF താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. താനൂർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിൽ കാരുണ്യത്തിന്റെ ബിരിയാണി ചാലഞ്ചുമായി ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ്. കിടപ്പിലായ രോഗികളുടെ പരിചരണവും പുനരധിവാസവും ലക്ഷ്യം വെച്ച് കഴിഞ്ഞ 7 വർഷമായി താനാളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിക്കുന്നത്. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് SDPI കേബുരം മേഖലാ കമ്മിറ്റി ഉപഹാരം നൽകി. SDPI താനൂർ പഞ്ചായത്ത് സെക്രട്ടറി അൻവർ മൂലക്കൽ, TKN ബഷീർ, ഫിറോസ് കുണ്ടുങ്ങൽ, ഷൌക്കത്ത്, നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട UDF തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ അഡ്വക്കേറ്റ് KA പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരൂർ TIC വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം. IECI സംസ്ഥാന തലത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഇൻസ്പിറോ 2021 ഖുർആൻ മത്സരങ്ങളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കി തിരൂർ പയ്യനങ്ങാടി TIC സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഖുർആൻ മനപ്പാഠ മത്സരത്തിൽ ഹൈസ്കൂൾ തലത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഖലീൽ ഇബ്രാഹിം 2ാം സ്ഥാനവും M അൻഷിത 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളെ സ്കൂൾ മാനേജ്മെന്റും PTAയും അഭിനന്ദിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മുനിസിപ്പൽ SYS സുപ്രഭാതം ദിനപത്രം കൈമാറി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മിക്ക് തിരൂർ മെറ്റൽ മാനേജിംഗ് പാർട്ണർ ഹമീദ് മുടിയത്തിൽ പത്രം കൈമാറി. ടോപ്പ് 10 ന്യൂസ് ഇതോടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.